നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ എടവക്കൂറാണ്. എടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12 വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ഇത്തിരി ദൈവാധീനം കുറവുള്ള അല്ലെ വ്യാഴപ്പിഴവുള്ള ഒരു സമയമാണ്. കർമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതിയും 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതി 7-ാം തീയതി കുംഭൻ രാശിയിലേക്ക് വരുന്ന സമയത്ത് സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നു, രംഗായോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ കർമാധിപതി ബലവാനായിട്ട് നിൽക്കുന്നതിന് കണ്ടകശനീൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനീശ്വരൻ യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. 4ാം ഭാവാധിപത്യം വഹിച്ച് സൂര്യൻ 4ലേക്ക് ദൃഷ്ടി ചെയ്തിരിക്കുന്നതിനും കുടുംബ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലും വീടുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ശത്രുക്ഷേത്രത്തിലാണ് 4ാം ഭാവാധിപതി പോയി നിൽക്കുന്നത്. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ദ്വന്ദ്മായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ വരുന്നത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും 10ാം ഭാവാധിപതി ബലവാനായത് കാരണം തൊഴിലുണ്ടാകും. അതേപോലെ തന്നെ 7ാം ഭാവാധിപതി ഉച്ച ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ഭാര്യയെ കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ, ഭാര്യ കുടുംബത്തെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 5ാം ഭാവാധിപതി മീനൻ രാശി നിൽക്കുന്ന കാരണം വിദേശത്ത് പോകുക, വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 10ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ഉച്ചരാശ്യാധിപതി ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിച്ച ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു യോഗമാണ്. എന്നാൽ ചെറിയ കാര്യത്തിന് മനസ്സിങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കാര്യത്തിൽ ഏകാഗ്രത കിട്ടാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുന്ന ഒരു സമയമുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ അത് കാരണം കൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ഒരു അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും, പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനും യോഗമുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും 12ാം വ്യാഴം എന്ന് പറയുന്നത് അവസ്ഥയുള്ളത് കാരണം കൊണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിവർത്തി സ്ഥാനാധിപതി ഉച്ചബലവാനായത് കാരണം കൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് ശ്രമിച്ചാൽ അത് നല്ല അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. 14ാം തീയതി വരെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ 14ാം തീയതിക്ക് ശേഷം സർവാഭിഷ്ടസ്ഥാനത്തേക്ക് മാറുന്നത് കാരണം കൊണ്ട് ജലചരനഭോക്ത എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനും ആ ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഗുണങ്ങളും ഉണ്ടാകാനും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. 14ാം തീയതിക്ക് ശേഷം 14ാം തീയതി വരെയാണ് തൊഴിലിൽ കുറച്ച് സംഘർഷങ്ങളൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള. തൊഴിലിന് ശേഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ 14ാം തീയതിക്ക് ശേഷം അനുഭവത്തിലേക്ക് വരാനുള്ള യോഗമാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.